ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് സെൽഫ് ഇൻട്രോ വീഡിയോ ആണ്. എൻ്റെ പേര് അഞ്ജുഷ വാസുദേവൻ. ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ്. കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. 1 വീക്കിന് മുമ്പ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചെറിയ ഷോർട്സ്, ഒരു വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് BMC ബാംഗ്ലൂർ മലയാളി ക്ലബിൻ്റെ ഓണാഘോഷ പ്രോഗ്രാമാണ്. അപ്പോൾ അതൊരു ചെറിയ വ്ലോഗായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ വ്ലോഗ് കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. മെയിനായിട്ട് എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുക്കിംഗ് വ്ലോഗ്സ്, ട്രാവലിംഗ് വ്ലോഗ്സ്, ഷോപ്പിംഗ്, ലൈഫ് സ്റ്റൈല്, ഡെയിലി വ്ലോഗ്സ് അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വ്ലോഗ് കണ്ടിട്ട് തിരിച്ചു വരാം. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ച സമയമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, രാവിലെ തുടങ്ങി ഒരുക്കമായിരുന്നു. ഹണി റോസിനെ കാണാൻ വേണ്ടി ഞങ്ങൾ നന്നായിട്ടൊന്ന് ഒരുങ്ങിയതാണ്. 9 മണിയോടെ തുടങ്ങിയ പ്രോഗ്രാം ഞങ്ങൾ എത്തിയപ്പോൾ 1:30 പിന്നെ ഞങ്ങൾ ഫസ്റ്റിൽ പോയിട്ട് ടിക്കറ്റ് കാണിച്ച് ബാഡ്ജ് വാങ്ങിച്ചു. ബാഡ്ജ് ഉണ്ടെങ്കിൽ അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ എടുത്തിരുന്നത് പ്ലാറ്റിനം ടിക്കറ്റായിരുന്നു. അങ്ങനെ ഫസ്റ്റ് പോയി ബാഡ്ജ് വാങ്ങിച്ചു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ഓണസദ്യക്കാണ്. അവിടെ നിറയെ ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വടംവലി കാണാമെന്ന് വിചാരിച്ചു. വടംവലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഫസ്റ്റ് ജെൻസിൻ്റെ വടംവലിയായിരുന്നു. അവിടെ പ്രോഗ്രാമിന് വന്നവരും അസോസിയേഷനിലുള്ളവർക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു റൗണ്ട് വെച്ചിട്ടേ എല്ലാ മത്സരങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചേട്ടന്മാർ വടംവലി തുടങ്ങി. ഇടത് സൈഡിൽ നിന്ന ചേട്ടന്മാർ അതിഗംഭീരമായി തോറ്റുപോയി. കാരണം മുണ്ടെടുത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് പാൻറ്റിട്ട ചേട്ടന്മാർ ജയിക്കുകയും ചെയ്തു. പിന്നെ അതിനുശേഷം ചേച്ചിമാരുടെ വടംവലിയായിരുന്നു. ആദ്യം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ല ചമ്മലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഓരോ ചേച്ചിമാർ വന്നതിനനുസരിച്ച് എല്ലാവരും കൂടി ചേർന്ന് പിന്നെ വടംവലി ആരംഭിച്ചു. അതിൽ റൈറ്റ് സൈഡിൽ നിന്ന് ചേച്ചിമാർ തോറ്റുപോയി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചേച്ചിമാർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ വിചാരിച്ചു ഓണസദ്യ കഴിക്കാൻ പോയാലോ എന്ന്. ചെന്ന് നോക്കിയപ്പോൾ അതിഗംഭീരമായ ക്യൂ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അകത്തൊക്കെ ഒന്ന് പോയി കവർ ചെയ്യാമെന്ന്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ അതിവിശാലമായ ഒരു അത്തപ്പൂക്കളം. അവിടെ കുറേ സ്പോൺസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സൈഡിലായിട്ട് കുറേ സ്റ്റോളുണ്ടായിരുന്നു. മാഗസീൻസിൻ്റെ ഉണ്ടായിരുന്നു, ഡ്രസ്സ്, എഡ്യൂക്കേഷൻ, പിന്നെന്തൊക്കെയോ കുറേ സ്റ്റോളുണ്ടായിരുന്നു. ഓർമ്മയില്ല. കുറേയൊക്കെ ഞങ്ങൾ പോയി വായി നോക്കി അവിടെയൊക്കെ നിന്നു. പിന്നെ വിചാരിച്ച് നേരെ പോയി ഫുഡ് കഴിക്കാമെന്ന്. ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറഞ്ഞു വിട്ടു. ഫുഡ് കഴിക്കാൻ നല്ല ക്യൂ ആണ്. പോയി നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ആദ്യം പറഞ്ഞു വിട്ടിട്ടുണ്ട് ക്യൂ നിൽക്കാൻ. എന്നാലും പോയി കഴിച്ചിട്ട് ബാക്കി വിശേഷം. ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂലോട്ട് പോയപ്പോൾ വീണ്ടും കുറേ സ്റ്റോൾ കണ്ടു. ഔഷധി ആയുർവേദിക്സിൻ്റെ കുറേ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. സോഫ്റ്റ് കോർണേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് വായി നോക്കി നിന്നപ്പം നല്ലപോലെ വിശന്നു. എന്നാൽ പോയി ഓണസദ്യ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ക്യൂലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏതോ ഒരു ചേച്ചി എന്നെ നോക്കി ചിരിച്ചു. ഞാനും ചിരിച്ചു. അങ്ങനെ ഞാൻ ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓൾറെഡി എൻ്റെ ഫ്രണ്ട് ക്യൂവിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ കയറി. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പച്ചടി, പൈനാപ്പിൾ പച്ചടി, ഓലൻ, കൂട്ടുകറി, ക്യാബേജ് തോരൻ, ഇഞ്ചിക്കറി, മാങ്ങ അച്ചാർ, പിന്നെ എന്തോ ഒരു കറി, ഉണക്കമുളക്, ഉപ്പ്, കരിഞ്ഞാലി വെള്ളം, ചിപ്സ്, ശർക്കര വരട്ടി, പാൽ പായസം. കുറേ ടൈം എടുത്തു ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട്. പിന്നെ അവിയൽ വന്നു. ഓരോന്നിനും വിളമ്പാൻ ഒരു 5 മിനിറ്റ് അങ്ങനെയൊക്കെ ടൈം എടുത്തു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡെല്ലാം വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോറ് വന്നു. അതിൻ്റെ കൂടെ കാളനാണ് ഇവിടെ വിളമ്പിയത്. പിന്നെ പഴം കൊണ്ടു തന്നു, പപ്പടം, അതിനുശേഷം സാമ്പാർ. റെഡ് റൈസ് അല്ലായിരുന്നു, അതിന് പകരം വൈറ്റ് റൈസ് ആയിരുന്നു. അങ്ങനെ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിക്കാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഇല കൂടി ഞാൻ നോക്കി. എനിക്ക് കിട്ടിയത് തന്നെ അവൾക്കും കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ. ഫുഡ് കഴിച്ചിട്ടുള്ള അവസ്ഥ ഇതാണ്. വളരെ മോശം ഫുഡായിരുന്നു. കഴിക്കാനേ കൊള്ളില്ലായിരുന്നു. ആകെ കൊള്ളാവുന്നത് കരിഞ്ഞാലി വെള്ളം മാത്രമായിരുന്നു. ചിപ്സും കൊള്ളായിരുന്നു. ശോകമായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വിഷമിച്ച് പ്രോഗ്രാംസ് ഹാളിലോട്ട് പോയി. അവിടെ കുട്ടികളുടെ ഡാൻസ്, ശിങ്കാരിമേളം, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഫുള്ള് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നില്ല. ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതായിരിക്കും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഹണി റോസ് 2:30-3 മണി ടൈമിൽ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ ടൈമിലൊന്നും പുള്ളിക്കാരി എത്തിയതേ ഇല്ല. കുറേ നേരം അവിടെ ഈച്ചടിച്ചിരുന്നു. അങ്ങനെ ഈ പ്രോഗ്രാംസിന് ഞങ്ങൾ പോയത് തന്നെ ഹണി റോസിനെ കാണാനും ആൽമരം ബാൻഡിൻ്റെ പ്രോഗ്രാം കാണാനും വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇനി ചെറിയ ചെറിയ ഞാൻ എടുത്ത വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്.
പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഹണി ചേച്ചി എത്തിയിരിക്കുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, നാട്ടിൽ ഇനാഗുറേഷന് വരുന്ന പോലത്തെ ഒരു ബഹളമോ ആർപ്പുവിളിയോ കൂവലോ ഒന്നും ഞങ്ങളവിടെ കണ്ടില്ല. അവിടെ പ്രോഗ്രാംസിന് വന്ന ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം കുടുംബത്തോടു കൂടിയാണ് വന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാ ചേട്ടന്മാരും ഭാര്യമാരെ പേടിച്ച് കൈയടിക്കാതൊക്കെ അടങ്ങിയിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ഹണി ചേച്ചി സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഒരുമിച്ചോണം 2023 നമ്മോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ദരിദ്രൻ താരം, very beautiful Honey Rose. And yes, she is here. നല്ലൊരു കൈയടിയോടുകൂടി ഹണി റോസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾ എല്ലാവരും രാവിലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹണി റോസിനെ. നമ്മുടെ കൂടെ BMCന്റെ കൂടെ ഓണാഘോഷം ഒരുമിച്ചോണം 2023 ആഘോഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്നതിന് വളരെയധികം നന്ദി. ആൻഡ് ഹണി, എന്താണ് പറയുന്നത്? എനിക്കൊരു ബാംഗ്ലൂരിൽ ഈ ഓണാഘോഷം ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ? എല്ലാവർക്കും നമസ്കാരം. സുഖല്ലേ? ഓണാഘോഷം എന്തായി? താർത്തോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷം ബാംഗ്ലൂർ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈമാണ്. നമ്മുടെ നാട്ടിൽ ഓണം കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഓണാഘോഷം കഴിയുന്നേ ഇല്ലായിരിക്കും. അതുകൊണ്ടാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം. ബാംഗ്ലൂർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാട് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇങ്ങോട്ടാണ് പോന്നേക്കുന്നതെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ കുറേ ഷൂട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നടന്ന എനിക്ക് തോന്നുന്നു ബിഗ് ബ്രദറിൻ്റെ മൂവിയാണ്. അതിൻ്റെ ഷൂട്ടും ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ ഏറ്റവും പരിചയമുള്ളൊരു നാടാണ്. പക്ഷേ ഇവിടെ വന്ന് നമ്മുടെ ആളുകളെ കാണുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ്. BMCയെ പറ്റി ഞാൻ വന്ന് ഇറങ്ങിയ സമയം തൊട്ട് കേൾക്കുന്നതാണ്. BMC എനിക്ക് തോന്നുന്നു നമുക്ക് താനാ ചേർന്ന കൂട്ടം എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയാണ്. 2015 സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡ് സമയത്ത് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു. ആദ്യം നമ്മുടെ മലയാളികളെ നാട്ടിലെത്തിക്കാനായിട്ട് മുൻകൈ എടുത്ത് ഈ ഒരു കൂട്ടായ്മയാണെന്ന് കേട്ടു. അതോടൊപ്പം തന്നെ ആർട്സ്, സ്പോർട്സ്, ഇതൊന്നും BMC കൈ വെക്കാത്തൊരു മേഖലയില്ല. അങ്ങനെ എല്ലാവർക്കും പഠന പന്തലിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷം ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായി, ഓണാഘോഷത്തിൻ്റെ ഭാഗമായി, ഒരുമിച്ചോണം അല്ലേ, ഒരുമിച്ചോണത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിന്. എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് തുടങ്ങിയ സെലിബ്രേഷൻസ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം? അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഹണി റോസ് വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു പ്രോഗ്രാം അടിപൊളി ആയതല്ലേ? കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നസെന്റ് ഫേസ് ആൻഡ് സ്മൈൽ ഒരുമിച്ച് കിട്ടിയത് ഒരു ഗോഡ് ഗിഫ്റ്റ് ആണ്. എങ്ങനെയാണ് ഈ രണ്ടും ഒരുമിച്ച് ആൾക്കാരെ ഇത്രയ്ക്ക് സ്നേഹിപ്പിക്കാൻ കഴിയുന്നത്? ഇന്നസെന്റ് ഫേസ് എനിക്കിഷ്ടമായത് എല്ലാവരും അങ്ങനെയല്ലേ? സന്തോഷം കേട്ടത്. അപ്പനും മമ്മിയൊക്കെ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവരിൽ നിന്ന് കിട്ടിയതായിരിക്കും. ഞാനും അത് അത്യാവശ്യം ഇന്നസെന്റ് ആണ്. വളരെ സത്യസന്ധമായിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ നെക്സ്റ്റ്, സിനിമ ഓർ another job which you will try? ഡെഫിനറ്റ്ലി സിനിമ എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയൊരു പാഷനാണ്. അതുകൊണ്ടാണ് 18 വർഷമായി സിനിമയിൽ വന്നിട്ട്. സിനിമയിൽ നമ്മൾ വന്ന ഉടനെ വലിയ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തിയതല്ല. വളരെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത്, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് നിരങ്ങി നീങ്ങിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും അത് നമ്മുടെ ഒരു പാഷൻ എന്നുള്ളൊരു സാധനം കൊണ്ട് തന്നെയാണ് ഈ 18 വർഷമായിട്ടും സിനിമയിൽ നിൽക്കുന്നത്. അടുത്തതായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡായിരുന്നു. അത് നമ്മുടെ പ്രിയപ്പെട്ട വിജയ മച്ചാനും മണവാളൻ വ്ലോഗ്സും സ്വന്തമാക്കി. അവർക്ക് മൊമെൻ്റ് ഒക്കെ നൽകി. പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള മുഖങ്ങളാണ് ഇവരെല്ലാവരും, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. മണവാളൻ വ്ലോഗ്സ്. Thank you so much.
താങ്ക് യു ലേഡീസ്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് ഹണിച്ചേച്ചി അസോസിയേഷൻ മെമ്പേഴ്സിൻ്റെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വേദിയിലിരിക്കുന്ന എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അടുത്ത ഇനാഗുറേഷന് വേണ്ടി തിരുവനന്തപുരത്തോട്ട് പോയി. ഉച്ചയ്ക്കത്തെ സദ്യ അതിഗംഭീരമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം തന്നെ വിശന്നു. നല്ല ക്ഷീണവും ഉറക്കവും വന്നു എനിക്ക്. അപ്പോൾ വിചാരിച്ച് പുറത്ത് പോയിട്ട് നല്ല ചൂട് പഴംപൊരി കഴിക്കാമെന്ന്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുറത്ത് പോയി. ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് പൊട്ടറ്റോ ട്വിസ്റ്റർ വാങ്ങിക്കൊണ്ടുവന്നു. അത് ഒന്നും ആയില്ല. പിന്നെ പോയിട്ട് നല്ല ചൂട് പഴംപൊരി വാങ്ങിച്ചു. ഞാൻ 2 എണ്ണം കഴിച്ചു. അപ്പോഴേക്ക് ആൽമരം ടീംസ് സ്റ്റേജിലെത്തി. അവർ സൗണ്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. അവർ കുറച്ച് സോങ് ഞാൻ ആഡ് ചെയ്യാം.
എനർജി ഒക്കെ പോയാ ബാംഗ്ലൂർ ഇന്ന് വൈബാക്കാനോ കൂടി പൊളിക്കല്ലേ
കറുപ്പ് അത് കൂടെ കപ്പത്തിനാണ് ഇലകളെ കുടിക്കുമ്പോൾ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങി. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്രോഗ്രാമാണ്, ഒരു രക്ഷയില്ലായിരുന്നു. ആൽമരം ബാൻഡ് കേസ് പൊളിച്ചു തകർത്ത് വാരി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.